ഹായ് സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിജീവിതകൾക്ക് തിരിച്ചടിയായിക്കൊണ്ട് സുപ്രീം കോടതി ഇന്നൊരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിജീവിതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ അതിജീവിതകളല്ല, ഉടായിപ്പ് അതിജീവിതകൾ. ഇപ്പം രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ആ ഉടായിപ്പ് അതിജീവിതകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അതിജീവിതകൾക്ക് തിരിച്ചടി ആയിട്ടാണ് ഇന്ന് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചത്. എത്ര പേര് കണ്ടെന്നറിയത്തില്ല, ഞാൻ അതിൻ്റെ വാർത്ത ഇവിടെ വെച്ച് തരാം. സുപ്രീം കോടതി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹിതരായിട്ടുള്ള ആളുകൾ വിവാഹബന്ധം നിലനിൽക്കെ ഇതുപോലുള്ള ഈ പറഞ്ഞിട്ടുള്ള അവിഹിത ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം അതൊരു പീഡനമായിട്ട് കോടതിയുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വില പോകില്ല എന്നാണ് കോടതി ഇപ്പം പറഞ്ഞേക്കുന്നത്. ഒരു ബന്ധം നിലനിൽക്കെ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ലാസ്റ്റ് അത് പീഡനമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കോടതിയിൽ അത് ഏറ്റെടുക്കത്തില്ല, അത് തെറ്റല്ല എന്നാണ് കോടതി ഇപ്പം ഈ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു വാർത്ത ഇവിടെ വെച്ച് തരാം, നിങ്ങളത് കണ്ടു നോക്കണേ. അതിനു മുമ്പ് ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. രാഹുൽ മാങ്കൂട്ടം പാലക്കാടിലേക്ക് തിരിച്ചു വരും, പാലക്കാട് മത്സരിക്കും, മുതിർന്ന കോൺഗ്രസ് ഒരു നേതാവിൻ്റെ നീക്കം എന്നാണ് ആ പോസ്റ്റിൽ കൊടുത്തേക്കുന്നത്. നല്ല കാര്യം തന്നെയാണ്. രാഹുൽ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് തിരിച്ചു വരണമെന്നാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പാലക്കാടേക്ക് രാഹുൽ വരണമോ വേണ്ടയോ എന്ന് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. രാഹുൽ ശക്തനായിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം കമൻറ്റ് കൂടെ ചെയ്യുക. ഇപ്പം മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി.ഡി. സതീശനാണ്, അല്ലാതെ വേറെ ആരുമില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെയാണ്. പുള്ളിക്ക് ഇപ്പോൾ ഒരു പേടിയുണ്ട്. കാരണം രാഹുലിനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ഷന് ഒരു തിരിച്ചടി ആവും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളൊക്കെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ കണ്ടതാണ്, രാഹുലിനെ അയോഗ്യനാക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വി.ഡി. സതീശൻ്റെ ഒരു പത്രസമ്മേളനം നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മുകേഷൊക്കെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ, അവരെയൊക്കെ അയോഗ്യനാക്കല്ലേ ആക്കണമെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതെന്തുകൊണ്ട് ഈ പാർട്ടി ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ പുള്ളിക്ക് പറയാനുള്ളൊരു പുള്ളിയുടെ ഭാഗം കേൾക്കാൻ തയ്യാറായില്ല? ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു നാടകം കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ആ വാർത്ത ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കും. ഇനി എന്തായാലും ഇതുപോലെ ഉടായിപ്പ് അതിജീവിതകളെ പരിപാടിയൊന്നും ഒരിടത്തും നടക്കാൻ പോകുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മൂന്നാമത്തെ പരാതിക്കാരി ഉണ്ടല്ലോ, പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ഈ 3 പരാതിയും 1, 2, 3, രണ്ടാമത്തെ പരാതിക്കാരി എവിടാന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ 1, 3 പരാതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 3 പരാതിയും തള്ളിപ്പോത്തേ ഉള്ളൂ. ഇനി അതിനകത്ത് യാതൊരു ഡൗട്ടുമില്ല, ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രോമത്തിൽ പോലും ഏൽക്കാനും പോകുന്നില്ല. എന്തായാലും നിങ്ങൾ വാർത്ത ഒന്ന് കണ്ടു. നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് വിവാഹിതയായ ഒരു സ്ത്രീക്ക് പരാതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. യഥാർത്ഥ ബലാത്സംഗ കേസിൽ വിചാരണ കോടതിയിൽ തിരിച്ചറിയുക തന്നെ വേണം. ബലാത്സംഗം തടയാനുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യരുതെന്നും സുപ്രീം കോടതി ആവശ്യപ്പെടുന്നു. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് ഈ വളരെ പ്രധാനപ്പെട്ട ഈ വിധിയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അരവിന്ദ്, ഏത് കേസിലാണ് സുപ്രീം കോടതി ഇങ്ങനെ വിധി നൽകിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഛത്തീസ്ഗഡിലെ ഒരു അഭിഭാഷകനെതിരെ വനിതാ അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഇങ്ങനെയായിരുന്നു: വിവാഹ വാഗ്ദാനം നൽകി ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന പരാതി വിവാഹിതയായ ഒരു സ്ത്രീക്ക് നൽകാൻ സാധിക്കില്ല. അങ്ങനെ പരാതി നൽകിയാലും ആ പരാതി നിലനിൽക്കില്ല എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് വി നാഗരത്ന, ഉജ്വൽ ബുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ നിർണായക ഉത്തരവ്. രാജ്യത്തെ ഇത്തരത്തിലുള്ള വിവിധ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സുപ്രീം കോടതി ഉത്തരവ് ആ കേസുകളിലെല്ലാം ഇനി ബാധകമാകും. അതുകൊണ്ട് തന്നെ അതിനിർണായകമായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഈ വനിതാ അഭിഭാഷക പരാതി നൽകിയത് ഇങ്ങനെയായിരുന്നു: വിവാഹ വാഗ്ദാനം നൽകി അഭിഭാഷകൻ തന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഈ അഭിഭാഷക വിവാഹിതയാണ്, അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കില്ല എന്ന് കാട്ടി സുപ്രീം കോടതി ഈ കേസ് റദ്ദാക്കുകയാണ്. അതോടൊപ്പം ചില നിർദ്ദേശങ്ങളും ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇത്തരം ബലാത്സംഗ കേസുകൾ പരിഗണിക്കുമ്പോൾ കോടതി അതീവ ജാഗ്രത പാലിക്കണമെന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്ന പല കേസുകൾ, കേരളത്തിലടക്കം നിലനിൽക്കുന്ന പല കേസുകളിലും സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് ഇനി നിർണായകമാകും. എന്തായാലും വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന കേസ് അതൊരു വിവാഹിതയായ സ്ത്രീക്ക് നൽകാനാകില്ല. 1955 വിവാഹ നിയമപ്രകാരം ഇത്തരത്തിൽ ഒരു പരാതി നൽകാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് വിവാഹം കഴിച്ചിരിക്കുമ്പോൾ മറ്റൊരു വിവാഹം കഴിക്കാനാകില്ല എന്നടക്കം ചൂണ്ടിക്കാണി. കണ്ടല്ലോ, ഇനി ഈ ഉടായ്പ പരാതിയുമായിട്ട് കോടതി സമീപിച്ചു കഴിഞ്ഞാൽ യാതൊരു നടപടിയും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതല്ല. കാരണം സുപ്രീം കോടതി ഉത്തരവ് ഇന്നത്തെ ന്യൂസാണിത്. ഇന്നത്തെ പുതിയ ഉത്തരവാണ്. ഇപ്പം ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കെ മറ്റൊരു ബന്ധവുമായിട്ട് അവിഹിത ബന്ധത്തിലേക്ക് പോയതിന് ശേഷം, എല്ലാം കഴിഞ്ഞതിന് ശേഷം അതൊരു പീഡനമായിട്ട് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കോടതി അത് മുഖവിലയ്ക്ക് എടുക്കത്തില്ല എന്നാണ് പറയുന്നത്. അതൊരു തെറ്റ്, അവിടെ ഒരാളെ മാത്രം അവിടെ തെറ്റുകാരനാകത്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസിനകത്തും രാഹുലിന് പുഷ്പം പോലെ ഊരി വരാനേ ഉള്ളൂ. സുപ്രീം കോടതിയിൽ നിന്നുള്ള ഉത്തരവാണ്. ഇപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരു വിവാഹ ബന്ധം വേർപ്പെടുത്താതെ ഒരു വ്യക്തി
ഒരു ഒരു വിവാഹിതയായിട്ടുള്ള, ഇനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മറ്റൊരാളടുത്ത് പറയുവാണ് എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, ഒരു വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അത് എങ്ങനെ സാധ്യമാകും? ഒരു വിവാഹ ബന്ധം നിലനിർത്തിയ, അത് വിവാഹമോചനം നടന്നിട്ടില്ല, അവിടെ ഒന്നും നടന്നിട്ടില്ല അല്ലേ? അപ്പോൾ ഒരു ബന്ധം നിലനിർക്കെ തന്നെ മറ്റൊരാളടുത്ത് വിവാഹം കഴിച്ച് ജീവിക്കാം എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളത്? ഒരു വിവാഹബന്ധം വേർപ്പെടുത്താതെ എങ്ങനെ അവിടെ ജീവിക്കും? അപ്പോൾ സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വഞ്ചന നടത്തിയിട്ടുള്ളത് ഈ പരാതിക്കാരികളായിട്ടുള്ള ആൾക്കാരല്ലേ? ഒരു കുടുംബം നിലനിൽക്കുക, സ്വന്തം ഭർത്താവിരിക്കെ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം പറയുന്നത് എന്താണ്? ഇവരൊക്കെ വിവാഹിതരാണെന്ന് അറിഞ്ഞ സമയത്താണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയെന്നാണ്. ഇവരാരും ഞാൻ വിവാഹിതയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരനുമായിട്ടുള്ളൊരു സൗഹൃദം സ്ഥാപിച്ചത്. അപ്പം മറ്റൊരാളെ ഇപ്പം മറ്റൊരു വ്യക്തിയെ വഞ്ചിച്ച് വേറൊരു വ്യക്തിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടുത്തെ തെറ്റുകാർ? നിങ്ങളൊന്ന് പറ അല്ലേ? അപ്പം ഉറപ്പായിട്ടും ആ അതിജീവിതകളെന്ന് പറയുന്ന അവരാണ് ഇതിലെ ഏറ്റവും വലിയ തെറ്റുകാരികൾ. സ്വന്തം കുടുംബത്തിനെ തകർത്തിട്ട് മറ്റൊരു വ്യക്തിയിലൂടെ ഇറങ്ങിപ്പോവാന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ബന്ധം നിലനിർക്കെ തന്നെ അതെങ്ങനെ സാധ്യമാകും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെങ്ങനെ പീഡനമാവും അല്ലേ? ഉഭയകക്ഷി സമ്മതപ്രകാരം. എന്തായാലും ഇതൊന്നും കോടതിയുടെ അടുത്തൂടെ പോലും പോകത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും കോടതി ഇങ്ങനൊരു ഉത്തരവിറക്കിയത് തന്നെ നല്ല കാര്യം. വീണ്ടും ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇത് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥ കോടതിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും കോടതി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിലുള്ള അതിജീവിതകൾക്കാണ് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കോടതി തന്നെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതുപോലുള്ളൊരു അനുഭവം എന്തെങ്കിലും റിയലായിട്ട് ഉണ്ടായിട്ടുള്ള സ്ത്രീകൾ അവർ പരാതിയുമായിട്ട് രംഗത്ത് വരുന്ന സമയത്ത് അവരെ അവരെ പരാതികൾ മുഖവിലയ്ക്ക് എടുക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള പരാതികൾ കാരണമാകുവാണ്, കള്ളപ്പരാതികൾ. അതാണ് കോടതിയും കാട്ടുന്നത്. യഥാർത്ഥത്തിലുള്ള അതിജീവതകൾ ഇപ്പോഴും അവിടെ നരകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ഉടായ്പ് ഈ പറഞ്ഞുള്ള ഹണി ട്രാപ്പിന് വേണ്ടിയിട്ടും ഒരാളെ ഈ കെണിയിൽ വീഴ്ത്താനെ കൊണ്ടും നടക്കുന്ന ഇതുപോലുള്ള ഉടായ്പ അതിജീവിതകൾ അവരിപ്പോഴും സൂചിച്ച് കഴിയുകയാണ്. അതാണ് കോടതിയും ചൂണ്ടിക്കാട്ടുന്നത്. യഥാർത്ഥ അതിജീവിതകൾക്കാണ് അവർക്കാണ് നീതി നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഉടായ്പ അതിജീവിതകളെ കാരണം. ഇപ്പം നിങ്ങൾ നോക്കി, ഇങ്ങനെയുള്ള ഉടായ്പ അതിജീവിതകളെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് ഒരു മഹിളാ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് കുറേ സ്ത്രീകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്ത് കാരണത്തിലാണെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല അല്ലേ? ഇതുപോലുള്ള ഉടായ്പ അതിജീവിതകളെ അല്ല സംരക്ഷിക്കേണ്ടത്. സ്ത്രീ മഹിളാ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് കുറേ സ്ത്രീകൾ ഇറങ്ങി നടപ്പുണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ നമ്മളെ ഈ ചുറ്റുപാടും സൊസൈറ്റിയിലൊക്കെ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ചിട്ടുള്ള സ്ത്രീകളെ അതിജീവിതകളെ സംരക്ഷിക്കുക, അതാണ് വേണ്ടുന്നത്. അവർക്ക് നീതി മേടിച്ചു കൊടുക്കുക. അല്ലാതെ ഇതുപോലെ ഉടായ്പ പരിപാടി കാണിച്ചുകൊണ്ട് നടക്കുന്ന സ്വന്തം കെട്ടിയവനിരിക്കെ മറ്റൊരു ബന്ധത്തിലേക്ക് പോയി അവിടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉഭയകക്ഷി സമ്മത പ്രകാരം എല്ലാം നടന്നതിന് ശേഷം പീഡനമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? അവർക്ക് എന്തിനാണ് നീതി മേടിച്ചു കൊടുക്കുന്നത്? അവരെ കയ്യിലിരിപ്പുകൊണ്ട് അവർ കാണിച്ചതിന് അവർക്ക് എന്തിനാണ് നീതി മേടിച്ചു കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, ഞാനിനി അതിജീവിതയുടെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒരു വോയിസ് ഇവിടെ ഞാൻ വെച്ച് തരാം. ഒരു വോയിസ്, അതിൽ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇതിൽ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഈ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു വ്യക്തത മനസ്സിലാക്കുന്ന ഒരു ഓഡിയോ ആണ് ഞാനിവിടെ വയ്ക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അതിനകത്ത് രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി ഒരാളെ മേലെ കൊണ്ട് മാത്രം ആ ഒരു കുറ്റം അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ? ഈ വോയിസ് കേട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരാളെ മാത്രം താല്പര്യത്തോടു കൂടിയല്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കും. നിങ്ങൾ എന്തായാലും വോയിസ് ഒന്ന് കേട്ടു നോക്ക്. എന്നെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാളെ കുറിച്ച് ഞാൻ എന്തിനാണ് ബോധിപ്പിക്കാൻ വരുന്നത്? അപ്പൊ താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാളെ ഞാൻ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കുന്നത്? തനിക്ക് ഒരു സ്നേഹവും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ശരി, തന്നെ ബാധിക്കത്തില്ല. ഞാൻ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ വൃത്തികെട്ടം? അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അവരെന്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ്. തന്നെ പോലെ അല്ല അവര്, പക്ഷെ കുറച്ച് മനുഷ്യത്വമുള്ളവരാ. ഇല്ല, അവരെന്താ അവരുടെ ഒപ്പീനിയൻ പറയട്ടെ. അവർ ഇത്രയും ദിവസം എന്റെ കൂടെ നിന്നില്ലേ?
അവരോട് ഞാൻ പറയും, പക്ഷെ അവർ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് പറയണം എന്നുള്ളത് മാത്രമാണ്. തന്നെ ബാധിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? കൂടെ പറയാൻ തന്നെ അവർക്ക് പേര് പറയുമ്പോൾ പറയുന്നത് പിന്നെ എന്നെ ബാധിക്കത്തുള്ളൂ പറഞ്ഞ ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ല. ഞാനപ്പോ അവരോട് പേര് പറയാം. അന്നേരം ബാധിക്കത്തില്ല, തന്നെ ബാധിക്കത്തില്ല. അവരെന്താ വിചാരിക്കുന്നത്? അവര് തന്റെ പിന്നാലെ വരുമെന്നോ? പിന്നെ അവർക്ക് അതല്ലേ പരിപാടി. താനെന്തിനാ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തത്? ഇപ്പൊ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ്? തന്റെ പെർമിഷൻ ഇല്ലാതെ താൻ ആലോചിക്കാത്തോണ്ടാ പറയുന്നത്. ആ കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ പറയുന്നത്. തന്നെ കൂടെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ബോധ്യമുണ്ടല്ലോ. അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നോണ്ടാണ്, അല്ലാതെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. സ്വാഭാവികമല്ലേ, താനിപ്പോ തന്നെ പറ്റി മാത്രമല്ല. അല്ല, ഒരിക്കലുമല്ല. തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചെന്നറിയോ? പറയും. ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് താൻ ലൈഫ് ലോങ് സമാധാനമില്ലാതെ ജീവിക്കണ്ടോ? തന്നോടത്ത് ജീവിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞോ? എന്റെ കാര്യം നോക്കണ്ട പോരെ? ഞാൻ അങ്ങനെ പറ്റുന്ന ഒരു കാര്യമല്ലോ ഇത്. സീരിയസ് സംസാരിക്കും തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ, കേട്ടോ? താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ, ഇതാണോ തന്റെ ആദർശം? കേട്ടല്ലോ, ഇവിടെ രണ്ടുപേരുടെയും കൺസിഡറേഷൻ്റെ കൂടിയാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടുപേരും റെസ്പോൺസിബിൾ ആണ് അല്ലേ? ഇതിനകത്ത് എന്താണ് തെറ്റുള്ളത്? അവർക്കിടയിൽ നടന്നിട്ടുള്ള കാര്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അത് ചർച്ച ചെയ്യുന്നു, അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ക്ലിയർ ചെയ്യാൻ നോക്കുന്നു അല്ലേ? അല്ലാതെ ഇതിനകത്ത് വലിയ തെറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരാളുടെ ഭാഗത്ത് മാത്രം ഒരു തെറ്റ് എന്ന് എനിക്കിത് കേട്ടിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരെയും കൺസിഡറേഷൻ കൂടി നടന്നിട്ടുള്ള സംഭവം, അത് രണ്ടുപേരെയും റെസ്പോൺസാണ്. നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഞാനിവിടെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരും ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ ഒരു വീട്ടമ്മയുടെ ഒരു വോയിസ് വയ്ക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ആ വീട്ടമ്മ പറയുന്ന കാര്യങ്ങൾ, രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ വീട്ടമ്മയുടെ ആ വോയിസ് ഒന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ജെസ്സി എന്നാണ്, ഷാർജ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ കോൺഗ്രസ്സുകാർ മഹാ തെണ്ടുകൾ, അവന്മാർക്ക് ജയിക്കാൻ ഒരു കിട്ടുമ്പോൾ ഇവന്മാർ എവിടുന്നേലും ഒരു പ്രശ്നം ഉണ്ടാക്കി ആ ചാൻസിനെ നഷ്ടപ്പെടുത്തിക്കളയും. ഇവനെയൊക്കെ സ്ഥാനത്തിരുന്ന് അവനവന്റെ കൂടെ നിൽക്കുന്നവരെ ചവിട്ടി മെതിക്കാൻ ഇട്ടുകൊടുക്കുന്നതിന് ഇവന്മാരെ ഒന്ന് ഈ സ്ഥാനത്ത് ഇരുത്തരുത്. എത്ര 10 വർഷം ഈ പിണറായിയെ താഴെ ഇറക്കാൻ എത്ര ചാൻസ് ഉണ്ടായിരുന്നു. ഇവനൊക്കെ വാ തുറന്നു. അന്നൊക്കെ ഇവന്മാര് മൗനമായിട്ട് നടന്നിട്ട് ഇവന്റെയൊക്കെ കൂടെ നടന്നവനെ ഇട്ടുകൊടുത്ത ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞ് ഈ നാണം കെട്ടവന്മാരെ വെളിയിലിറക്കണം. എന്നിട്ട് അവിടെ നിയമസഭയിൽ ഒരു സമ്മേളനം കൂടെ 5 or 6 പിള്ളേർ വാ തുറക്കും. ബാക്കിയുള്ളവന്മാരെല്ലാം അവിടെ ഇരുന്നുകൊണ്ട് വെള്ളവും കുടിച്ച് അതിലെ വിലസുവാ. ആ പിള്ളേരെ ഇട്ടാണ് ഈ ഉദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുഴൽനാടനും അങ്ങനെ 5-6 പേരുണ്ട് അവിടെ വർത്താനം സംസാരിക്കാൻ, രാജിവെപ്പിക്കാൻ. ആരെങ്കിലും പറഞ്ഞോ രാജിവെക്കണമെന്ന്? സംസാരിച്ചോ? ഈ പറയുന്നവന്മാരെല്ലാം പുണ്യവന്മാരാ. ഈ കേക്കച്ചിനൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, അവിടെ എത്ര പേര് ആരുടെയൊക്കെ പുറകെ പോകുന്നെന്ന്. ഇവന്മാർ ഇത് നോക്കാനാണോ ഭരണം ഏൽപ്പിച്ചത്? വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവിടെ. സമൂഹത്ത് മനുഷ്യന് ജീവിക്കാൻ വയ്യ. സാധനത്തിന് വില കയറ്റം കൊണ്ട് നമ്മളൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് നിൽക്കുക. ഈ ഉണ്ടാക്കിയ പൈസ അവിടുത്തെ ഫ്ലൈറ്റിൽ പോയി അവിടെ പോയി ചെലവാക്കാനേ ഉള്ളൂ ഒരു വർഷത്തെ സാലറി. മനുഷ്യന് ജീവിക്കാൻ വയ്യ. ഈ പെണ്ണുങ്ങൾ ഇവരോടൊക്കെ അനുവാദം ചോദിച്ചിട്ടാണോ രാഹുലിന്റെ അടുത്ത് പോയത്? ഇവളുമാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു രാഹുലിന്റെ അമ്മയെ വിളിച്ച് പറയായിരുന്നല്ലോ ഇങ്ങനൊക്കെയാണെന്ന്. ഇങ്ങനെ പോകുന്ന പെൺപിള്ളേരുടെ എല്ലാം കാര്യം നേരെയാക്കാൻ ഇവളുമാര് നടക്കുന്നത്. പണ്ട് ചെങ്ങന്നൂർ ഒരു വനിതാ MLA ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. ആ ചുറ്റിക്കളി ഡുബൈയിൽ എന്തൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് ഇപ്പൊ മുന്നോട്ട് വന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ വലിയ പദവിയിലൊക്കെ ഇരിക്കുന്നവരൊന്ന് ആലോചിച്ച് നോക്ക്. കരുണാകരന്റെ കാലത്ത് അടുത്ത ആളായിട്ട് നിന്നതാ. ഞാൻ പറയാതൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പം അവര് കോൺഗ്രസിൽ നിന്ന് പോയി കമ്മ്യൂണിസ്റ്റിൽ ചേർന്നിട്ടുണ്ട്. അതൊക്കെ അങ്ങ് മറന്നു പോകരുത്. ലിസ്റ്റ് എടുക്കാമെങ്കിൽ ഇഷ്ടം പോലെ ലിസ്റ്റ് ഉണ്ട്. പണ്ടത്തെ ഉമ്മൻചാണ്ടിയുടെ കാലം തൊട്ട് ആന്റണിയുടെ ഒക്കെ കാലത്തെ ഭരണം ഒന്ന് നോക്കിയേ നിങ്ങൾ.
ഇപ്പൊ കുറെ അവന്മാര് കയറിയിട്ടുണ്ട്. അവന്മാരൊക്കെ ഒത്തിരി സ്വത്ത്, കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടാക്കുക, മറ്റുള്ളവർ ത്യാഗം അനുഭവിക്കുക. ഒരു ആശുപത്രി കാണുമെങ്കിൽ ഒരു ഇൻഷുറൻസ് ഇല്ലാതെ കയറാൻ പറ്റത്തില്ല. ഇവിടുന്ന് വരുന്നവര് ഇൻഷുറൻസ് ഇല്ലാതെ വരുന്നത്. അവരെന്ത് ചെയ്യും? 10-35 വർഷമായി ഞങ്ങളൊക്കെ ഗൾഫിൽ കിടന്നിട്ട് ഇന്ന് നമുക്ക് അവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അന്തം വിട്ട് നിൽക്കുക. ഇപ്പൊ എനിക്ക് 60 വയസ്സായി. നാളെ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്ന്. ഇവന്മാരൊക്കെ ആർക്കൊക്കെ എന്തോ ചെയ്ത് ബിനാമിയെ പോലെ കുറെ സ്വത്തുക്കൾ അവിടെ ഇവിടെ ഓരോരുത്തർ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ചോദിക്കാൻ ഓരോ അവന്മാരും ഇല്ലല്ലോ. രാവിലെ ഒരു ആൺകൊച്ചന് അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് തെറ്റാണ്. പക്ഷേ പിന്നെയും ഒരു കൂടെ ഇപ്പൊ ജയിക്കാൻ ഒരു സാധ്യത കിട്ടിയപ്പോൾ ഈ പെണ്ണ് കേസ് പറഞ്ഞ് ഇതിന് അവനെ എത്രയും വേഗം തിരിച്ചെടുത്ത് തിരിച്ച് കയറി വരണം. അത് ഇവന്മാരെ ഒന്ന് പറഞ്ഞ് ആരെങ്കിലും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ നാറികളെ എപ്പോ ഒരു ചാൻസ് ഇവന്മാർക്ക് ജയിക്കാൻ വരുമോ അപ്പൊ തുടങ്ങും ഇവന്മാര്. സ്ഥാനം ഒരു മുഖ്യമന്ത്രി ഈ ചെയറെടുത്തങ്ങ് കളയാമോ? നാട് നന്നാകും. എല്ലാരും ഒരുപോലെ അങ്ങ് ഭരിച്ചാൽ മതി. സ്ഥാനവും മാനവും ഒക്കെ കുറച്ചങ്ങ് വെട്ടിക്കുറക്കി വരട്ടെ. മനുഷ്യൻ മടുത്തു. ഈ പെണ്ണുങ്ങൾ പോകുന്നതിന്റെ പുറകെ ഇവന്മാർ പോകുന്നത് എന്തിനാ? അവളുമാർ അഹങ്കാരത്തിന്റെ പുറത്തല്ലേ പോകുന്നത്? എന്നിട്ട് പിന്നെ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ മതിയോ? ആൻസറിനില്ലാത്ത അവളുമാരൊക്കെ തോന്നിവാസം നടക്കുന്നതിന്റെ പുറകെ വിലയും നാണം കെട്ടിറങ്ങുന്നു. കേട്ടല്ലോ, ഇതുപോലെ ഒരുപാട് 10,000-കണക്കിന് ആളുകൾ, 10,000 അല്ല ലക്ഷക്കണക്കിന് ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പുള്ളിയുടെ കൂടെ പിന്തുണച്ച് പുള്ളി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, വീട്ടമ്മമാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടം തിരിച്ച് ശക്തനായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് അതുപോലെ എല്ലാവരും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.